പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഇത് ബ്ലാസ്റ്റേഴ്സ് സോക്കർ. ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കേരള ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ISL ക്ലബ്ബ് തന്നെയായ പഞ്ചാബ് FC തമ്മിൽ ഒരു സ്വാപ്പ് ഡീൽ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. എന്തായാലും കൂടുതൽ അപ്ഡേറ്റിലേക്ക് കടക്കും മുമ്പ് നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 80% പേരും ചാനൽ ഇതുവരെയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് അപ്ഡേറ്റ്സുകൾക്കും ISL അപ്ഡേറ്റ്സുകൾക്കുമായി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലൂടെ തന്നെ കടക്കാം. എന്നാലും KL Nowന്റെ എഡിറ്ററായ ആശിഷ് നെഹി ഇപ്പോൾ പങ്കുവയ്ക്കുന്ന വിവരമനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സും പഞ്ചാബ് FCയും തമ്മിൽ ഈ വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ഒരു സ്വാപ്പ് ഡീൽ നടത്താൻ സാധ്യതയുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ സൂപ്പർ താരമായ നിഹാൽ സുധീഷ് 1 വർഷത്തെ ലോൺ കാലാവധിയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് പഞ്ചാബിലാണ്. എന്നാൽ താരത്തിൻ്റെ മികച്ച പ്രകടനം ഉള്ളതുകൊണ്ട് തന്നെ ഇപ്പോൾ താരത്തെ സ്ഥിര കരാറിൽ സ്വന്തമാക്കാൻ ഇപ്പോൾ പഞ്ചാബ് ആഗ്രഹിക്കുന്നുവെന്നാണ് അദ്ദേഹം ഇപ്പോൾ റിപ്പോർട്ട് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ബ്ലാസ്റ്റേഴ്സിന് ഒരു വമ്പൻ ട്രാൻസ്ഫർ ഫീ തന്നെ നൽകാനാണ് പഞ്ചാബിൻ്റെ നിലവിലെ ശ്രമം എന്നുള്ളതാണ് ഇപ്പോൾ ആശിഷ് നെഹി പങ്കുവയ്ക്കുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നിഹാൽ സുധീഷ് ബ്ലാസ്റ്റേഴ്സിൽ കളിച്ച നിഹാലെ അല്ല ഇപ്പോൾ പഞ്ചാബിൽ കളിക്കുന്ന നിഹാൽ എന്ന് നമുക്കറിയാം. കാരണം പഞ്ചാബ് FC ഈ സീസണിൽ കളിച്ച മത്സരങ്ങളിലെല്ലാം നിഹാൽ മികച്ച പ്രകടനം നടത്തുകയും പഞ്ചാബിന് വേണ്ടി ആദ്യ 11-ൽ അദ്ദേഹത്തിന് സ്ഥാനം പിടിക്കാൻ സാധിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും മികച്ച പ്രകടനമാണ് ഇപ്പോൾ അദ്ദേഹം നടത്തുന്നത്. എന്തായാലും ഇന്ത്യൻ യുവതാരങ്ങളുടെ കണക്കെടുത്താൽ അതിലിപ്പോൾ ഏറ്റവും മികച്ച താരം അത് നിഹാൽ സുധീഷ് തന്നെയാണെന്ന് പറയേണ്ടി വരും. എന്തായാലും നിഹാൽ സുധീഷിനെ സ്ഥിരക്കരാറിൽ സ്വന്തമാക്കാനാണ് ഇപ്പോൾ പഞ്ചാബിൻ്റെ ശ്രമം. ഇതുമായി ബന്ധപ്പെട്ട് ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സിനെ സമീപിക്കാനാണ് ഇപ്പോൾ പഞ്ചാബിൻ്റെ ശ്രമമെന്നാണ് ഇപ്പോൾ ആശിഷ് നെഹി വെളിപ്പെടുത്തുന്നത്.